അതിയാഴമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല അധികാല സമയത്തെ ഓർത്തിരുവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ 8-ാം മാസത്തിൻ്റെ 1-ാം തീയതി അധികാല ഇരുട്ടോട് നമ്മുടെ പിള്ളകളാക്കിനാൽ ഒരുമിച്ച് നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വാഗ്ദത്തം ധ്യാനിക്കുവാനും ഞങ്ങൾക്കൊരു ഭാഗ്യം ദൈവം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ സ്തോത്രം. മേജിക് ഹോസ്പിറ്റൽ വൈസ് മൂലമാகவும் ഈ ലൈവിലൂടെയും മറ്റ് കർത്താവ് എല്ലാ വിധത്തിലും ദൂരത്തിലും സമീപത്തിലും ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ ഭവനങ്ങളെയും ദൈവദാസന്മാരെയും അവരുടെ ശുശ്രൂഷകളെയും അവർക്കുണ്ടാകുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്ത് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സഭയിൽ വന്നിരുന്ന കർത്താവ് ഇരുട്ടോട് വന്ന് ഈ വാഗ്ദത്ത വചനത്തിൽ ആരാധന അറ്റൻഡ് ചെയ്ത ഓരോ കുഞ്ഞുങ്ങളെയും വ്യക്തിപരമായി കർത്താവ് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊടുക്കപ്പെട്ട സഭകൾ, ഞങ്ങളുടെ ശുശ്രൂഷകൾ, ഞങ്ങളുടെ വേലക്കാരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങളെയും വിശേഷിച്ച് നീ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവൻ കാര്യം ചെയ്താട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ 1-ാം തീയതി രാവിലെ 8-ാം മാസം ഇരുട്ടോട് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവദാസന്മാരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും യൗവനക്കാരെയും എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുകയാണ്. കഴിഞ്ഞ 7 മാസം ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തി. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഭയങ്കരമായ സംഭവങ്ങളാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നു കഴിഞ്ഞത്. എല്ലാം നമ്മളെ ചിന്തിപ്പിക്കുകയാണ്, ഭ്രമിപ്പിക്കുകയാണ്. എല്ലാവരുടെ അകത്തും ഒരു പെരിയ പേടി. ആർക്കും സമാധാനമില്ല. എവിടെ നോക്കിയാലും സന്തോഷം, സമാധാനം ഇല്ല. അങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ആരംഭിച്ച് 182 ദിവസങ്ങൾ കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുവന്നു. ഇന്ന് 183-ാമത്തെ ദിവസത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. എന്തുമാത്രം ജനങ്ങളാണ് മരിച്ചിരിക്കുന്നത് 7 മാസത്തിൻ്റെ അകത്ത്. എന്തുമാത്രം കുഞ്ഞുങ്ങളാണ് എണ്ണുവാൻ കഴിയാത്തതുപോലെ ഹോസ്പിറ്റലിലും ജയിലിലും മറ്റു പല ഇടങ്ങളിൽ കിടന്ന് നരകവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം പേർക്ക് വാഹനാപത്തുകൾ വന്നിരിക്കുന്നു, എന്തോരം പേർക്ക് മേജർ ഓപ്പറേഷൻ നടന്നിരിക്കുന്നു, കൈകാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, കിഡ്നി നഷ്ടപ്പെട്ടിരിക്കുന്നു, യൂട്രസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ബൈപ്പാസ് ഓപ്പറേഷൻ, ഇപ്പടി ഒത്തിരി വലിയ വലിയ മാരക രോഗങ്ങൾ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ അതേ കടന്നു വന്നപ്പോഴും ദൈവം നമ്മളെ കൺമണി പോലെ മറച്ചു. ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ നമ്മളെ താലോലിച്ചു. നമുക്ക് ആഹാരങ്ങൾ, വസ്ത്രം, നമുക്കെല്ലാം ദൈവം തന്നു. ഈ ദിവസം കാണുവാൻ കർത്താവ് നമുക്കൊരു ഭാഗ്യം. ജനുവരി 1-ാം തീയതി ഇരുന്നവർ ഇന്നില്ല, കഴിഞ്ഞ മാസം 1-ാം തീയതി ഇരുന്നവർ ഇന്നില്ല, ഇന്നലെ ഇരുന്നവർ, ഇന്നലെ രാത്രി 2 മണിക്ക് നമ്മൾ സംഭവങ്ങൾ, ഓരോ ദിവസങ്ങൾ നടക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ടെന്ന്. ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ, നമ്മൾ വിളിക്കുന്ന ദൈവം നമ്മുടെ വിളി കേൾക്കുന്നവനാ. നമ്മൾ കരയുമ്പോൾ നമ്മുടെ കരച്ചിൽ കാണുന്നവനാ. നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കി അത് ബോധ്യപ്പെട്ട് നമുക്ക് നമ്മളെ നടത്തുന്ന, നമ്മളെ സഹായിക്കുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് ഈ 8-ാം മാസത്തിൻ്റെ വാഗ്ദത്തം മേടിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു വചനം മതി ഈ മാസം മുഴുവനും നമ്മളെ നടത്തുവാൻ. സഭയിൽ മറ്റ് ലൈവിലൂടെ കാണുന്നവർ അനേകർ വിളിച്ചാലും പാസ്റ്റർ ഈ മാസം കൊടുത്ത വാഗ്ദത്തം ദൈവം എന്നെ അത്ഭുതമായി നടത്തി. ഓരോ ദിവസവും ഞാൻ ധ്യാനിക്കും, ഓരോ ദിവസവും ഞാൻ വായിക്കും, ഓരോ ദിവസവും വചനത്തെ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്കെല്ലാം സക്സസ്സായി, എൻ്റെ ജീവിതം ഒത്തിരി ജയമായി കാണുവാൻ കർത്താവ് സഹായിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാസം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ് നമുക്ക് ഈ മാസം ദൈവം വാഗ്ദത്തമായി തരുന്നത്. 2 തെസ്സലോനിക്കർ, ദൈവത്തിന് സ്തോത്രം, 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം, സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമാധാനം നമുക്ക് എവിടുന്ന് ലഭിച്ചു, എങ്ങനെ ലഭിച്ചു? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് കാൽവരി ക്രൂസിൽ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് ആ പ്രാണനാഥൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ ജാതനായി. തൻ്റെ ശരീരങ്ങൾ മുഴുവനും ഉഴവിച്ചാല് പോലെ അടിച്ചു കീറി, തൻ്റെ ശിരസിൽ മുൾമുടി ചൂട്ടി, തൻ്റെ കൈകാലുകൾ ആണികൾ അടിച്ചു, തൻ്റെ മുഖത്തിലെ മുടി പറിച്ചെടുത്ത് കാർക്കിച്ച് തുപ്പി, എന്തുമാത്രം ക്രൂരമായിട്ടുള്ള ഉപദ്രവങ്ങളെ കൊടുത്ത് ഒരു ചക്കിലിട്ട് കൊപ്ര ആട്ടുന്നത് പോലെ
ആമേൻ, അവരെ ആട്ടി പിഴിഞ്ഞെടുത്ത രക്തമാണ് നമുക്ക് വേണ്ടി ചിന്തിയത്. അങ്ങനെ രക്തം ചിന്തി സമ്പാദിച്ച ഒരു സ്വത്താണ് ഈ സമാധാനം. അന്ന് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് അവസാനം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോയത്, എൻ്റെ സമാധാനം ഞങ്ങൾ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ഈ ലോകം തരുന്ന പ്രകാരമല്ല. ഞാൻ തരുന്ന സമാധാനം നിങ്ങളുടെ ആരും എടുക്കാൻ പറ്റത്തില്ലാത്തൊരു സമാധാനമാണ്. അങ്ങനെങ്കിൽ ഇത് ആർക്ക് ലഭിച്ചു? രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച കുഞ്ഞുങ്ങൾ, തൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടികൾ, തൻ്റെ ഉടൻപടിക്കയിൽ പാത്രങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് കൃപയിൽ നിൽക്കുന്ന വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ കുഞ്ഞുങ്ങൾ, വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ ഭാഗ്യം കർത്താവ് തന്നിരിക്കുന്നത്. ലോകക്കാർക്കല്ല ഇത്. നീക്കരുത് പറയട്ടെ, എവിടെങ്കിലും മക്കളെ പോയി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സന്തോഷത്തോടാണ് ഇരിക്കുന്നത് ചോദിച്ചു നോക്കിയേ, അവർക്ക് സന്തോഷം എന്തെന്ന് അറിയത്തില്ല, സമാധാനം എന്തെന്ന് അറിയത്തില്ല. രാത്രി കിടക്കാൻ പേടിയാ, രാത്രി വെള്ളം വരുമോ, ഇരുള് പൊട്ടുമോ, എന്ത് സംഭവിക്കും, തീ പിടിക്കുമോ, അത് എന്തുവാ സംഭവിക്കും ആർക്കും അറിയത്തില്ല. ഫ്ലൈറ്റിൽ ഇപ്പോൾ പോകാൻ വയ്യ, ട്രെയിനിൽ പോകാൻ വയ്യ, കാറിൽ പോകാൻ വയ്യ, ബൈക്കിൽ എല്ലാവരുടെ അകത്തൊരു ഭയങ്കര ഭയമാണ്. എന്ത് സംഭവിക്കും, ഈ യാത്ര അവസാനിക്കുമോ, ഇതവിടെ പോയി ചേരുമോ, വഴിമത്തി എന്ത് സംഭവിക്കും? ദിവസവും നമ്മൾ അതല്ലേ വായിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ണിൻ്റെ മുന്നിൽ അതല്ലേ കാണുന്നത്. ഒരു ഫ്ലൈറ്റ് അവിടെ എരിഞ്ഞു, ഒരു കപ്പൽ അവിടെ മുങ്ങി, ബസ് ഇങ്ങനെ ഇടിച്ച് ഇത്ര പേര് മരിച്ചു, കാറ് അവിടെ ചരിഞ്ഞു വീണു, അത് ഇത്ര പേര് മരിച്ചു, ബൈക്ക് ആക്സിഡൻറ്റ് ഇത്ര പേര് മരിച്ചു, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുള് പൊട്ടി ഇത്ര പേര് മരിച്ചു, വെള്ളം വന്നിങ്ങനെ നശിപ്പിച്ചു, എന്തുമാത്രമായി സംഭവങ്ങൾ, തീ പിടിച്ചു, ഇത്രയും പേര് മരിച്ചിരിക്കുന്നു. എന്തോ ഒരു സംഭവമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ആർക്കാണ് സമാധാനം? ആർക്കാണ് സമാധാനം? ഞാനൊന്ന് പറയട്ടെ, അപ്പച്ചൻ നിങ്ങളെ വീണ്ടെടുത്തത് സത്യമാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ഈ ദൈവമല്ലാതെ ഈ ലോകത്തിൽ എനിക്ക് അഭയമില്ല, ഈ ദൈവമല്ലാതെ എനിക്ക് ആശ്രയിക്കാൻ ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല, ഈ ദൈവം മാത്രമേ എനിക്കുള്ളൂ, അവനാണ് എൻ്റെ അഭയം, അവനാണ് എൻ്റെ പ്രത്യാശ, ആ ദൈവമാണ് എന്നെ ഇത്രത്തോളം നടത്തി വന്നത്, ആ ദൈവത്തിൽ എന്നെ ആശ്രയിക്കുന്നത്, അവനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ ദൈവം എന്നെ ഇത്രത്തോളം നടത്തി, ഇനി എന്നെ നടത്തും. ഈ ബോധ്യതയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ പറയുന്നത്, സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇത് അപ്പോസ്തലനായ പൗൽ പറഞ്ഞ കാര്യമാണെങ്കിലും കൂടി നമുക്കിത് വാഗ്ദത്തമായി എടുക്കാം. ഈ വചനം നമുക്ക് വാഗ്ദത്തമായി എടുക്കാം. കർത്താവ് പറയുന്നു, എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ കഷ്ടപ്പെടുമ്പോഴും, നിങ്ങൾ പ്രയാസപ്പെടുമ്പോഴും, നിങ്ങൾ റോഡിൽ പടുത്താലും, പ്ലാറ്റ്ഫോറത്തിൽ പടുത്താലും, മരത്തിൻ്റെ ഒട്ടി കിടന്നാലും, എവിടെ കിടന്നാലും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും. നീ പട്ടിണി കിടക്കുമ്പോൾ ഞാനുണ്ട്, ഏത് സമയത്തും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ മേലൊരു ഭാഗ്യം നമുക്ക് എന്ത് വേണം? ആ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന പട്ടിണി കടത്തുമോ? ആ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ പ്ലാറ്റ്ഫോറത്തിൽ കടത്തുമോ? നമ്മളെ വേറെ എവിടെയെങ്കിലും പോയി കടത്തുമോ? എവൻ്റെയെങ്കിലും മുന്നിൽ പോയി കൈ നീട്ടാൻ ദൈവം സമ്മതിക്കുമോ? എവനോടെങ്കിലും പോയി കതക് തട്ടി എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് ചോദിക്കാൻ ദൈവം സമ്മതിക്കുമോ? ഇല്ല. ഈ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ എല്ലായ്പ്പോഴും ഇരിക്കുകയാണ്, എൻ്റെ കൂടെ എല്ലായ്പ്പോഴും ഇരിക്കുകയാണ്. ഇത്രത്തോളം നമ്മൾ ദൈവം നടത്തി, 182 ദിവസവും നമ്മൾ നടത്തി, 183ാമത്തെ ദിവസത്തിലേക്ക് കൈപിടിച്ച് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ലൈവിലൂടെ കാണുന്ന നിങ്ങൾ MAG ഹോസ്പിറ്റൽ വൈസ് മൂലമാകെ ലോകം മുഴുവൻ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സഭയിൽ ഇത് മക്കൾ കേട്ടോണ്ടിരിക്കുന്ന ഓരോർക്ക് ഞാനൊന്ന് പറയട്ടെ, ലോകം തരുവാൻ കഴിയാത്തതൊന്ന് എനിക്ക് നിങ്ങൾക്കും ദൈവം തന്നിരിക്കുകയാണ്. വെള്ളിയല്ല, പൊന്നല്ല, പണമല്ല, സ്വത്തല്ല, ഒന്നുമല്ല, തൻ്റെ സമാധാനം നമ്മൾ അനുഭവിക്കുവാൻ നമുക്ക് തന്നിരിക്കണം. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം, ഒരു കുഞ്ഞു പോലും എന്നെ വിശ്വസിക്കുന്ന, എൻ്റെ പാദപീഠത്തിൽ വന്ന, എൻ്റെ വചനത്തിനനുസരിക്കുന്ന, എൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു കുഞ്ഞു പോലും മുഖം വാടിയിരിക്കരുത്, കരയരുത്, വേദനിക്കരുത്, നഷ്ടപ്പെട്ടു പോകരുത്, അവിടെ സമാധാനം നശിക്കരുതെന്ന് പറഞ്ഞ് കർത്താവ് കൂടെ ഇരിക്കുകയാണ്. കർത്താവ് ഒരല്ലേലിയ പറയാം, ഒരു ആമേൻ പറയാം, ഒരു ഗ്ലോറി പറയാം. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? കർത്താവ് എപ്പോഴും കൂടെ ഇരിക്കുക. നമ്മുടെ അപ്പനെയും കൂടെ അത് പറയാം. എൻ്റെ അപ്പൻ 2000 മരിച്ചുപോയി. അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് അമ്മ മരിച്ചുപോയി. എനിക്ക് അപ്പനും അമ്മയും ഭൂമിയിലില്ല. അമ്മായിപ്പൻ മരിച്ചു, അമ്മായിമ്മ ഞാൻ കണ്ടിട്ടേ ഇല്ല, அவங்க മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ അറിയേണ്ട സത്യം, അവരെല്ലാം പോയാലും അപ്പച്ചൻ കൂടെ ഇരിക്കുക. കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് നിശ്ചയമായിട്ടും തൻ്റെ സമാധാനത്തെ നമുക്ക് തന്നത് മാത്രമല്ല, എല്ലായ്പ്പോഴും എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരാളുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അനാഥകളല്ല, നമ്മൾ ഒറ്റപ്പെട്ടവരല്ല, നമ്മൾ ആരുമില്ലാത്തവരല്ല, നമ്മൾ ഭിക്ഷക്കാരല്ല, നമ്മൾ ആമേ
ആമേൻ, കർത്താവിന് സ്തോത്രം, അന്യരല്ല, ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ, അവകാശികൾ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന കുഞ്ഞുങ്ങൾ, രക്ഷയുടെ പാത്രത്തെ, രക്ഷിപ്പിൻ്റെ പാത്രത്തെ ദൈവത്തെ സ്തുതിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്കാണ് ഈ വാഗ്ദത്തം പോയി ചേരുന്നത്. അതുകൊണ്ട് ഈ മാസം നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കർത്താവ് നിങ്ങളെ നടത്തും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ 8-ാം മാസം 1-ാം തീയതി രാവിലെ സമയത്ത് നിന്റെ പാദമെടുത്ത് ഞങ്ങൾക്ക് ഈ വാഗ്ദത്തം തന്നതിനായി സ്തോത്രം. ഈ വചനത്തോട് നീ സംസാരിച്ചതിനായി സ്തോത്രം. ഇത് എടുത്തുകൊണ്ട് പോകുന്ന ഓരോ കുഞ്ഞുങ്ങളും, ഇത് ഏതെല്ലാം ഭവനത്തിലേക്ക് പോയി കയറുന്ന ആ കുടുംബത്തിൽ, ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ നീ അവരുടെ കൂടെ ഇരിക്കണമേ. ഈ സമാധാനം അവരെ വിട്ട് നഷ്ടപ്പെട്ടു പോകരുതേ. ഒരു കൊച്ചു കുഞ്ഞു തൊട്ട് വലിയപ്പച്ചൻ വരെയിലും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഭവനത്തിലും, അവരുടെ ഹൃദയത്തിലും, അവരുടെ ജീവിതത്തിലും ഈ സമാധാനം നഷ്ടപ്പെട്ടു പോകരുത്, നഷ്ടപ്പെട്ടു പോകും. എല്ലായ്പ്പോഴും ഈ സമാധാനം അവരുടെ ജീവിതത്തിൽ കാണണം. എപ്പോഴും നീ അവരുടെ കൂട്ടിനിരിക്കണം. ഏത് സമയത്തും അവരെ കൈവിട്ടു പോകരുത്, ഉപേക്ഷിക്കരുത്. അനാഥകളാകെ കർത്താവേ നീ കൈവിടരുതേ. ആമേൻ. കർത്താവേ സ്തോത്രം. അപ്പൻ മറന്നാലും അമ്മ വെറുത്താലും മറക്കാത്തവൻ വെറുക്കാത്തവൻ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുവാൻ ശക്തനായതുകൊണ്ട് ഞങ്ങളിതിനെ സ്തുതിക്കുന്നു, ഞങ്ങളിതിനെ സ്തോത്രം ചെയ്യുന്നു. ഈ 8-ാം മാസത്തിൻ്റെ 1-ാം തീയതി രാവിലെ തൊട്ട് അവസാന സമയം വരെയിലും കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത്, അവിടെ യാത്രയിൽ, ജോലിയിൽ, ശുശ്രൂഷയിൽ, വിദ്യാഭ്യാസത്തിൽ, ഏതെല്ലാം കാര്യങ്ങൾ ഈ മാസം നടക്കുന്നുണ്ടോ അവിടെ എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ വലിയ കരം ഇരുന്ന് നീ കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യുക അപ്പച്ചാ. അന്ന് മറിയ പറഞ്ഞപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അങ്ങനെങ്കിൽ അന്ന് ദൈവം അവിടെ ഇല്ലായിരുന്നുള്ളത് അവൾക്ക് ബോധ്യതയായി. ആണ് ഇപ്പോൾ പറയാം, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് വാക്ക് തന്ന കർത്താവ് ഇപ്പം മറുപടി പറയും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടണ്ട, നീ അനാഥയല്ല, നീ അനാഥയല്ല. ദൈവം നമുക്ക് കൂട്ടിനുണ്ട്. ആ ദൈവം இந்த മാസം മുഴുവനും തൻ്റെ കരം പിടിച്ച് നമ്മളെ നടത്തട്ടെ. ആവശ്യങ്ങളെല്ലാം ഒന്ന് സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കട്ടെ. അടഞ്ഞ ഡോറെല്ലാം നമുക്ക് ഓപ്പൺ ആകട്ടെ. സന്തോഷം, സമാധാനം നദി പോലെ അലയലയായി നമ്മുടെ ഭവനത്തിലേക്ക്, ഹൃദയത്തിലേക്ക് വരട്ടെ. എല്ലാ ശുശ്രൂഷകളും ഈ മാസം മാനിക്കപ്പെടണം. എല്ലാ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്തും സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കണം. ഒരു കുടുംബത്തിലും കരച്ചിലോ മരണമോ ആപത്തോ വിപത്തോ കണ്ണുനീര് വരുവാൻ ദൈവം സമ്മതിക്കരുത്. ദുഷ്ട പിശാച് ഒരുത്തരെയും തൊടാതെ ദൈവമേ നിന്റെ കൃപയിനാൽ, നിന്റെ മഹത്വത്തിനാൽ നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണം, അനുഗ്രഹിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കർത്താവെ പ്രാർത്ഥന, ഈ വാഗ്ദത്ത ആരാധന ലോകത്തിൽ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ലോകമെമ്പാടുമായി കേൾക്കുന്ന കർത്താവ് ആരാധന അറ്റൻഡ് ചെയ്യുന്ന, വിശ്വസിക്കുന്ന, ഏറ്റെടുക്കുന്ന അത്തരം കുഞ്ഞുങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഒരു ദോഷവും തട്ടാതെ, ഒരാപത്തുമില്ല, ഒരനർത്ഥവുമില്ലാതെ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ണിൻ്റെ മണി പോലെ മറച്ചാട്ട്, എൻ്റെ ചിറകിൻ്റെ മണി മറച്ചാട്ട്, എൻ്റെ കയറങ്ങളെ കേൾപ്പിക്കുന്ന പച്ച നല്ല വിധത്തിൽ, നല്ല സന്തോഷത്തോട്, സമാധാനത്തോട്, ആനന്ദത്തോട് നിന്റെ കുഞ്ഞുങ്ങളെ കാണുവാൻ, അത് മാത്രമല്ല വരവിന് വേണ്ടിയും പ്രത്യാശയോട് കാണുവാൻ, ഒരുക്കമുള്ളവരായി കാണുവാൻ കർത്താവ് സഹായിക്കണം എന്നപേക്ഷിക്കുന്നു. പ്രാർത്ഥനയുടേതായി സ്തോത്രം. നല്ല വാഗ്ദത്തം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളെ കരപിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്നതിനായി സ്തോത്രം. സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായിട്ടും ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.